രാവിലെ തന്നെ ലൈവിന്റെ അകത്ത് അനീഷും അനുമോളും തമ്മിൽ ആ ഒരു മൈക്കിന്റെ ബാറ്ററി മാറ്റുന്ന ആ ഒരു കേസ് പറഞ്ഞൊരു വഴക്കൊക്കെ ഉണ്ടായിരുന്നല്ലോ. അത് കഴിഞ്ഞിട്ട് അനീഷ് എവിടുന്ന് കണ്ടന്റ് കിട്ടുമെന്ന് നോക്കി ആ വഴി തേരാപ്പാറ നടന്നപ്പോഴാണ് രേണുസുതി ഇങ്ങനെ കണ്ണടച്ച് ഇരിക്കുന്നതായിട്ട് കണ്ടത്. അപ്പൊ അത് പറഞ്ഞ് കണ്ണടച്ചിരിക്കരുത്, പട്ടി കുരയ്ക്കും എന്ന് പറഞ്ഞ് റിപ്പീറ്റ് അടിച്ചപ്പോൾ ഉള്ള പുള്ളിയുടെ ഡയലോഗ് അടിയും അതിനെ തുടർന്ന് രേണുസുതി ഭയങ്കര റേസ് ആവുന്നുണ്ട്. രണ്ടുപേരും തമ്മിൽ നല്ല രീതിയിൽ തന്നെ ഒരു വഴക്ക് അവിടെ ഉണ്ടാവുന്നുണ്ട്. പിന്നെ രേണു എന്നല്ല അനീഷ് രേണുവിനെ വിളിക്കാറുള്ളത്, റെനു എന്നാണ് വിളിക്കാറുള്ളത്. അപ്പൊ അതിനെ രേണു ചോദ്യം ചെയ്തു. അതൊന്നും അല്ല എന്റെ പേര്, രേണു എന്നാണ് എന്റെ പേര്, രേണു സുധി എന്നാണ് എന്റെ പേര്, നിങ്ങൾ വേണം എന്നെ രേണു എന്ന് വിളിക്കാം എന്ന് പറഞ്ഞു. അപ്പൊ ആരാണ് സുധി എന്ന് അനീഷ് ചോദിക്കുന്നു. അത് പറഞ്ഞപ്പം വീണ്ടും രേണു സുധിക്ക് കൊണ്ടു, മരിച്ചവരെ എടുത്തിടരുത് എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും അവിടെ വഴക്കായി. രേണുവിന്റെ ഇനിഷ്യൽ എന്താണ് ഏതാണെന്നൊന്നും എനിക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞിട്ട് അനീഷ്. പിന്നെ എല്ലാവരും അനീഷിനെ വളഞ്ഞിട്ട് അടിക്കുന്ന പോലെ ഒരു ഇതാണ് നമ്മൾ കാണുന്നത്. പക്ഷെ അങ്ങനെയൊന്നും അല്ല. പുള്ളി ഇങ്ങനെ ഈ ഒരു കോൾഡ് അപ്രോച്ചാണ് പുള്ളിയുടെ. എന്നുവെച്ചാൽ ആരുമായിട്ടും ഒരു സൗഹൃദം സ്ഥാപിക്കാതെ, ആരുമായിട്ടും ഒന്ന് സംസാരിക്കാതെ ഒരുമാതിരി റോബോട്ടിനെ പോലെയാണ് അനീഷ് ഇപ്പൊ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. ഇത് നല്ലതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകരുണ്ടാവും. പക്ഷെ എനിക്കത് അത്ര ഇതായിട്ട് തോന്നുന്നില്ല, നല്ലൊരു ഗെയിം പ്ലാൻ ആയിട്ട് തോന്നുന്നില്ല ഇത്. പിന്നെ ഞാനാണ് ബിഗ് ബോസ്, എല്ലാ ആഴ്ചയും ഞാൻ തന്നെ ആയിരിക്കും ഈ വീട്ടിലെ ക്യാപ്റ്റൻ എന്നൊക്കെ പറയുന്നത് ഒരുമാതിരി ഡില്യൂഷണൽ ആയിട്ടുള്ള വർത്താനമാണ്. അങ്ങനെയൊക്കെ പറയുന്നത് തന്നെ ഒരു മണ്ടത്തരമാണ്. ഇത് പ്രേക്ഷകർ കണ്ടോണ്ടിരിക്കുകയല്ലേ. എല്ലാ ആഴ്ചയും എങ്ങനെയാണ് ഒരാൾക്ക് തന്നെ ക്യാപ്റ്റൻ ആവാൻ പറ്റുന്നത്? ഏതെങ്കിലും ആഴ്ച ഇയാൾ ഔട്ട് ആവുമ്പോൾ പിന്നെ എന്നെ അവിടെ ക്യാപ്റ്റൻ ഇല്ലാതിരിക്കുമോ? പിന്നെ ഞാനാണ് ബിഗ് ബോസ്, ഞാൻ എല്ലാവർക്കും പഠിപ്പിച്ചു തരും, ഞാൻ എല്ലാത്തിനെയും മര്യാദ പഠിപ്പിക്കുന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ലോകത്തെ ഫുൾ നന്നാക്കാനായിട്ട് ആർക്കും പറ്റാറില്ല. അതുകൊണ്ട് അനീഷ് അതൊക്കെ വിട്ടുപിടിച്ച് ഇച്ചിരി റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഗെയിം അപ്രോച്ചിലേക്ക് വരണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം പുള്ളി നല്ല രീതിക്ക് തന്നെ നിന്ന് കഴിഞ്ഞാൽ ഈ ഒരു ഒറ്റപ്പെടൽ സ്ട്രാറ്റജി ഒക്കെ നല്ല വർക്കൗട്ട് ആവാനുള്ള സാധ്യതയുണ്ട്. കാരണം അപ്പാനിഷത്തും എല്ലാവരും തന്നെ പുള്ളിക്ക് എതിരാണ്. ആരുമായിട്ട് ഒരു സൗഹൃദം സ്ഥാപിക്കാത്തതുകൊണ്ട് തന്നെ എല്ലാവരും നല്ല രീതിയിൽ തന്നെ എതിർത്ത് നിൽക്കുന്നുണ്ട് അനീഷിനെതിരെ. എന്തായാലും രേണുസുതി അനീഷും തമ്മിൽ നല്ല വഴക്കായിരുന്നു. ഇപ്പോ ഒനിയൽ സാബുവും റന ഫാത്തിമയും തമ്മിൽ ഒരു വഴക്ക് നടക്കുന്നുണ്ട് ലൈവിനകത്ത്. കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.